ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ അനുഭവങ്ങളും പ്രദീപ്തമാവുന്നു. യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം 104 ഭാഗം 3 ഉൽപ്പത്തി പ്രകരണം. ചിതണോരന്തരേ സന്തി സമഗ്രാനുഭവാണവ യഥാ മധുരസസ്യാന്ത പുഷ്പപത്രഫലാശ്രിയ. രാജാവ് തുടർന്നു. ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാ അനുഭവങ്ങളും പ്രദീപ്തമാവുന്നത്. എന്നാൽ ആത്മജ്ഞാനം സ്വപ്രകാശിതമാണ്. സൂര്യൻ മുതൽ ഇങ്ങോട്ട് എല്ലാ വെളിച്ചവും ഇല്ലാതായാലും ഏത് വെളിച്ചം കൊണ്ടാണോ ഒരുവൻ കാണുക, അതായത് അറിയുക, ആ ഉൾവെളിച്ചം മാത്രമുണ്ടാവും. ആ വെളിച്ചം പുറത്തുള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു എന്ന് തോന്നുകയാണ്. മറ്റ് എല്ലാ വെളിച്ചങ്ങളും അജ്ഞാനാന്ധകാരത്തിൽ നിന്നും വിഭിന്നമല്ല. അവയെല്ലാം തിളങ്ങുന്നു എന്ന് തോന്നുന്നു എന്ന് മാത്രം. മൂടൽ മഞ്ഞും മേഘവും തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിലും രണ്ടും വസ്തുക്കളെ മറയ്ക്കുന്നു. യാതൊരു വ്യത്യാസവുമില്ലെങ്കിലും കാഴ്ചയിൽ മേഘം വെളിച്ചത്തെ മറയ്ക്കുന്നതായും മൂടൽമഞ്ഞ് വെളിച്ചത്തെ പ്രസരിപ്പിക്കുന്നതായും കാണുന്നു. എന്നാൽ ബോധമെന്ന ഉൾവെളിച്ചം അകത്തുള്ളതിനെയും പുറത്തുള്ളതിനെയും രാത്രിയോ പകലോ എന്ന ഭേദമില്ലാതെ പ്രദീപ്തമാക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ വെളിച്ചമാണ് അവിദ്യയുടെ ഇരുട്ടിനെ നീക്കാതെ തന്നെ അജ്ഞാനത്തിൻ്റെ ഫലങ്ങളെ പ്രകാശിപ്പിക്കുന്നത്, അതായത് അറിയാൻ ഇടയാക്കുന്നത്. രാത്രി പകലുകൾ എന്ന സങ്കല്പത്തെ കൊണ്ട് എപ്പോഴും ജാജ്വല്യമാനമായ സൂര്യൻ തൻ്റെ പ്രഭാവം വെളിവാക്കുന്നു. അതുപോലെ ആത്മാവ് സ്വരൂപം വെളിപ്പെടുത്തുന്നത് ബോധം, അജ്ഞാനം എന്നീ സങ്കല്പങ്ങളെ കൊണ്ടാണ്. അണുമാത്രമായ ബോധമണ്ഡലത്തിൽ എല്ലാ അനുഭവങ്ങളും കുടികൊള്ളുന്നു. ഒരു തേൻതുള്ളിയിൽ പൂക്കളുടെയും കായ്കളുടെയും ഇലകളുടെയും സൂക്ഷ്മസത്ത ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. ആ ബോധത്തിൽ നിന്നാണ് എല്ലാ അനുഭവങ്ങളും ഉദ്ഭൂതമായി വികസ്വരമാവുന്നത്. അനുഭവം എന്നത് ഒരേയൊരു അതായത് ബോധം തന്നെയാണ്. ഒരനുഭവത്തെ എങ്ങനെയെല്ലാം വിവരിച്ചാലും അവയെല്ലാം ബോധമണ്ഡലത്തിലെ അനുഭവം മാത്രമാണ്. എല്ലാം അനന്ത അവബോധം മാത്രം. എല്ലാ കൈകാലുകളും ആ ബോധത്തിനധീനമാണെങ്കിലും അതീവ സൂക്ഷ്മമായതിനാൽ അതിന് അവയവങ്ങളില്ല. ഇമ വെട്ടുന്ന നേരം കൊണ്ട് ഈ അനന്ത അവബോധം യുഗങ്ങളെ അനുഭവിച്ചു തീർക്കുന്നു. ചെറിയൊരു സ്വപ്നത്തിൽ ഒരാൾ യുവത്വവും ജരാനരയും മരണവും അനുഭവിക്കുന്നത് പോലെയാണത്. ബോധമണ്ഡലത്തിൽ കാണപ്പെടുന്ന എല്ലാം ബോധം തന്നെയാണ്. കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ശില്പം കല്ലു തന്നെയാണല്ലോ. വൻമരത്തിൻ്റെ ഭാവി സാധ്യതകൾ എല്ലാം ഒരു ചെറുവിത്തിൽ അന്തർലീനമായിരിക്കുന്നത് പോലെ അണുമാത്രമായ ബോധത്തിൽ ഭൂതഭാവി വർത്തമാനങ്ങളോടുകൂടിയ വിശ്വം ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് സ്വയം കർത്താവോ ഭോക്താവോ അല്ല. എന്നിരിക്കലും എല്ലാറ്റിൻ്റെയും കർത്താവും ഭോക്താവും ബോധത്തിൽ നിന്നും വിഭിന്നമല്ല. ബോധാണുവിൽ
കർമ്മം ചെയ്യുന്നവനും ഫലങ്ങൾ അനുഭവിക്കുന്നവനും സഹജമായി കുടികൊള്ളുന്നു. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല, അതിനാൽ തന്നെ അപ്രത്യക്ഷമാവുകയുമില്ല. അതിനെ അയാഥാർത്ഥ്യമെന്ന് ആപേക്ഷികമായി പറയുന്നു. എങ്കിലും നിരുപാധികമായി നോക്കിയാൽ ലോകവും ഭൂതമണ്ഡലവും വിഭിന്നങ്ങളല്ല. ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹേശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.